എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 വിഷുഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. വിഷുഫലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാശിയെ ആസ്പദമാക്കി നടത്തുന്ന ഒരു പ്രവചനമല്ല, തീർത്തും നക്ഷത്രത്തെ ആസ്പദമാക്കി നടത്തുന്ന പ്രവചനമാണ്. അതുകൊണ്ട് ഇപ്പോൾ രാശികളെ നമ്മൾ വിഭജിക്കുമ്പോൾ 2.25 നക്ഷത്രമായിട്ടും 4ഉം 3/4 ഒക്കെ ആയിട്ട് നിൽക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. പക്ഷേ അത്തരത്തിലല്ല വിലയിരുത്തപ്പെടുന്നത്. പൂർണ്ണമായും ഓരോ നക്ഷത്രത്തെയും അടിസ്ഥാനപ്പെടുത്തിയാണ് വിഷുഫലം പ്രവചിക്കപ്പെടുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2025 ഏപ്രിൽ 14 വെളുപ്പിന് ഏകദേശം 3:21 മേടവിഷു സംക്രമണം സംജാതമാവുന്നത്. അത് ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ തിഥിയിലുമാണ് ഈ സംക്രമണം നടക്കുന്നത്. അപ്പോൾ സംക്രമണം നടക്കുന്ന നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ഈ സംക്രമണം നടക്കുന്ന നക്ഷത്രവും അതിൻ്റെ മുൻപും പിൻപുമുള്ള നക്ഷത്രങ്ങൾ, അതായത് 2ലും 12ലുമുള്ള നക്ഷത്രങ്ങൾ ആണ് ആദിശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിത്തിര, ചോതി, വിശാഖം എന്നീ 3 നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്, ആദിശൂല നക്ഷത്രങ്ങളെന്ന് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്ര പ്രകാരമുള്ള ഈ വിഷു സംക്രമണ ഫലം പൊതുവിൽ അനുകൂലമല്ലാത്ത ഫലങ്ങളായിരിക്കും തരുന്നത്. പൊതുവിൽ അനുകൂലമല്ലാത്ത ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളിലും കാര്യതടസ്സങ്ങളുണ്ടാവും. ധനനഷ്ടം വരാതെ നോക്കണം, ദ്രവ്യനാശം വരാതെ നോക്കണം, തൊഴിൽപരമായിട്ടൊക്കെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം, വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ ശ്രദ്ധിക്കണം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ കരുതലോടെയൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിലൊക്കെ നഷ്ടം വരാം, വിദ്യാഭ്യാസപരമായിട്ടൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരാവുന്ന ഒരു കാലയളവാണ് 2025 വിഷു സംക്രമണം മൂലം ഈ പറയുന്ന 3 നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. എന്നാൽ ഇപ്പം ഇതിനകത്ത് പറയപ്പെടുന്ന തുലാൻ രാശിയിൽപ്പെടുന്ന ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം മെയ് 14 മുതലൊക്കെ ഭാഗ്യസ്ഥാനത്തൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇവർക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നുണ്ടെങ്കിലും വിഷുഫലം പ്രധാനമായിട്ടും നക്ഷത്രത്തെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ ദോഷങ്ങൾ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദശാകാലവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ദശാകാലം മാത്രമല്ല ഓരോ ദശയുടെയിലും ഉണ്ടാകുന്ന മറ്റ് ദശകളുടെ അപഹാരകാലവും ഒക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഇവരെ ബാധിക്കുന്നതുമല്ല. പൂർണ്ണമായിട്ടും നക്ഷത്രത്തെ ആസ്പദമാക്കി പറഞ്ഞതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ നക്ഷത്രക്കാർ പ്രധാനമായിട്ടും വിഷ്ണു ഭഗവാനെ ഉപാസിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരവരുടെ മതാചാരപ്രകാരം വ്യാഴാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തിയാലും ഇത്തരത്തിലുള്ള ദോഷങ്ങളിൽ നിന്നൊരു മുക്തി ലഭിക്കുന്നതും ആയിരിക്കും. ഇനി അടുത്ത 6 നക്ഷത്രങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം എന്നീ 6 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. സമ്പത്തും സൽകീർത്തിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിഷ്പ്രയാസം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയവുമാണ്. വിവാഹം തടസ്സം നേരിട്ടവർക്ക് വിവാഹം നടക്കുന്നതാണ്.
തൊഴിൽ തടസ്സമുണ്ടായവർക്ക് അതെല്ലാം മാറി തൊഴിൽ രംഗത്ത് തൊഴിൽ ലഭിക്കുവാനും തൊഴിലിരിക്കുന്നവരെ സംബന്ധിച്ച് കീർത്തി ഉണ്ടാകുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു സമയമാണ്. കൂടാതെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമാണ്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ വിഷുഫലം സമ്മാനിക്കുന്നത്. എന്നാൽ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മൂലം പൂരാട ഉത്രാടത്തിൻ്റെ കാല് വരുന്നതാണ് ധനുരാശി. അവർക്ക് ഈ മാർച്ച് 29 മുതൽ ശനിദോഷമൊക്കെ കണ്ടകശനിയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും വിഷുഫലം അനുകൂലമായതുകൊണ്ട് ഈ കണ്ടകശനി ദോഷങ്ങളൊന്നും കാര്യമായിട്ട് ഇവരെ ബാധിക്കുന്നതും അല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത 3 നക്ഷത്രക്കാരെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അടുത്ത 3 നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം, ചതയം, പൂരുരുട്ടാതി. ഈ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് ആദ്യ ശൂലത്തിൽ വന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഇവർ മധ്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചും അത്ര അനുകൂലമല്ലാത്ത വിഷുഫലമാണ് വരാൻ പോകുന്നത്. കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും കുടുംബകലഹവും ദുഃഖവും ഒക്കെ ഇടക്കിടക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഈ നക്ഷത്രക്കാരെക്കുറിച്ച് വിഷുഫലത്തിലൂടെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിലൊക്കെ ശ്രദ്ധിക്കണം. അസമയത്തുള്ള യാത്ര കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. കൂടാതെ ഇവർ വളരെയധികം കരുതലോടെ മുന്നോട്ട് പോയാൽ, അതായത് നമ്മളെല്ലാവരെയും നയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും ഒക്കെയാണ്. അത്തരത്തിലുള്ള ഈശ്വരവിശ്വാസവും വിഷ്ണു ഭജനവും അല്ലെങ്കിൽ വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും നല്ല ദശാകാലവും അപഹാരകാലവും ഒക്കെ ആണെങ്കിലും കാര്യമായിട്ടുള്ള ദോഷങ്ങൾ ഇവരെ ബാധിക്കുകയില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത 6 നക്ഷത്രത്തെക്കുറിച്ചാണ് പറയേണ്ടത്. നക്ഷത്രപ്രകാരം ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നീ 6 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ള ഒരു വിഷുഫലമാണ് വരാൻ പോകുന്നത്. അതായത് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും, ഐശ്വര്യം ഉണ്ടാകും, സൽകീർത്തി ഉണ്ടാകും. അവരേത് തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിനകത്തൊക്കെ നേട്ടങ്ങളും കീർത്തിയും യശസ്സും ഒക്കെ വർദ്ധിക്കുന്നതാണ്. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാവുന്നതാണ്. അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം നടത്തിയെടുക്കാൻ കഴിയും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കലാരംഗത്ത് ഒക്കെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം അപ്രതീക്ഷിതമായ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ വിഷുഫലം കൊണ്ട് വന്ന് ചേരുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉത്രട്ടാതി, രേവതി എന്നൊക്കെ പറയുന്ന നക്ഷത്രങ്ങൾ, അതായത് പൂരുരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ജന്മശനി ആണ് മാർച്ച് 29 മുതൽ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ജന്മശനി ആരംഭിക്കുന്നുണ്ടെങ്കിലും ഈ വിഷുഫലത്തിൻ്റെ നല്ല സമയം കൊണ്ട് ഈ ജന്മശനി ദോഷങ്ങൾ ഈ ഒരു വർഷക്കാലം കാര്യമായിട്ട് ഇവരെ ബാധിക്കുകയില്ല എന്നുള്ളതും ഈ രാശിക്കാർ അറിഞ്ഞിരിക്കുക. അടുത്ത നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മകൈര്യം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രങ്ങളാണ്. ഈ മകൈര്യം, തിരുവാതിര, പുണർദം എന്നീ 3 നക്ഷത്രങ്ങൾ അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ആദിശൂലം, മധ്യശൂലം, ഇവർ അന്ത്യശൂലത്തിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമല്ലാത്ത ഒരു വിഷുഫലമാണ് പറയേണ്ടി വരുന്നത്. കാര്യതടസ്സങ്ങളുണ്ടാവും, ദുഃഖം ഉണ്ടാവും, മനക്ലേശം ഉണ്ടാവും, ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും, തൊഴിൽപരമായിട്ടും കുറച്ച് പ്രതിസന്ധികളും കാര്യങ്ങളും ഒക്കെ വരാനുള്ളൊരു സാധ്യത വിഷുഫലം കൊണ്ട് പറയേണ്ടി വരും. എന്നാൽ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇവർക്ക് ജാതകവശാൽ നല്ല സമയമാണെന്നുണ്ടെങ്കിൽ, ഗോചരാലൊക്കെ നല്ല സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ദോഷങ്ങൾ വിഷുഫലം കൊണ്ട് അനുഭവപ്പെടുകയില്ല എന്നുള്ളതും ഈ നക്ഷത്രക്കാർ അറിഞ്ഞിരിക്കുക. ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ
മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ തുടർന്നുകൊണ്ടിരിക്കുക. നിത്യവും പ്രാർത്ഥന ഒരു ശീലമാക്കി ഒക്കെ മുന്നോട്ട് പോയാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും ഇവരെ ബാധിക്കുന്നതല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത 6 നക്ഷത്രം എന്ന് പറയുന്നത് പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം എന്നീ നക്ഷത്രങ്ങളാണ്. ഈ 6 നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായിട്ടുള്ളൊരു വിഷുഫലമാണ് വരാൻ പോകുന്നത്. ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടും വിഷുസംക്രമണ ഫലം കൊണ്ടുമൊക്കെ സാധിച്ച് കിട്ടുന്ന ഒരു വർഷമായിരിക്കും. ബിസിനസ് രംഗത്തായാലും തൊഴിൽ രംഗത്തൊക്കെ ആയാലും പലവിധ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ട് കൊണ്ടിരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊക്കെ ഒരു ആശ്വാസവും സമാധാനവും, കാരണം പലതരത്തിലുള്ള പ്രതിസന്ധികൾ, സാമ്പത്തിക വിഷമതകളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നവരെ സംബന്ധിച്ച് ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടുന്ന ഒരു വർഷമായിരിക്കും വിഷുഫലം കൊണ്ട് ഈ രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. കലാകാരന്മാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കുമെല്ലാം പൊതുവിൽ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങളായിരിക്കും ഈ വിഷുഫലം ഈ നക്ഷത്രക്കാർക്ക് സമ്മാനിക്കുന്നത് എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിഷുഫലം തികച്ചും നക്ഷത്രത്തെ ആസ്പദമാക്കിയാണ്. അതായത് വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ ആസ്പദമാക്കി ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, അതിൻ്റെ ഇടക്ക് വരുന്ന നക്ഷത്രങ്ങൾ എന്നുള്ള തരത്തിലാണ് ഇതിനെ ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ രാശിഫലത്തിലൂടെയല്ല, ഗോചരാലുള്ള ഫലത്തിലൂടെയല്ല വിഷുഫലം പ്രവചിക്കേണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും ഹരിവാണി ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഹരിവാണി ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കണൊക്കെ അമർത്തി തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. എന്നാലേ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകൾ തടസ്സം കൂടാതെ കിട്ടുകയുള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേകൂട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വീഡിയോവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതിന് മറുപടി തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാ നക്ഷത്രക്കാർക്കും ഒരു നല്ലൊരു വിഷുവർഷം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.